എല്ലാവർക്കും നമസ്കാരം. 63 നായസിദ്ധന്മാർ. ശിവന്റെ മാർഗം എപ്പോഴും തന്നെ മനുഷ്യൻ്റെ ആന്തരിക 112 ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാധനയാണ്. അതിലെ ഒരു സാധന മാർഗമാണ് 63 ചക്രത്തിലുള്ള ക്ഷേത്ര സന്യാസ മാർഗം. ശിവന്റെ മാർഗം എപ്പോഴും തന്നെ ശിവന്റെ മാർഗത്തിൽ ആരിറങ്ങിയാലും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മലമുകളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എങ്ങനെയാണോ ചാടുന്നത്, അതേപോലുള്ളൊരു അനുഭൂതിയാണ്. നമ്മൾ എന്തൊക്കെയൊക്കെയോ നടക്കുന്നത് നമ്മൾ അനുഭവിച്ചും വിലയിരുത്തി അറിയുന്നുണ്ട്. എന്നാൽ ആ മാർഗം തന്നെ ഇപ്പം നമ്മൾ മലമുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിലം പതിക്കുമെന്നുള്ളത് ഭൂമിയിൽ വന്ന്. എന്നാൽ ശിവന്റെ മാർഗത്തിൽ ഈ ഭൂമിയില്ല. നിങ്ങളങ്ങ് പോത്തതേ ഉള്ളൂ, കീപ്പോട്ട്. അതിനൊരു നിലവുമില്ലാത്ത ആഴത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. വീണ്ടും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. ചക്രത്തിൽ നിന്നുള്ള മോചനമായിരിക്കും ശിവന്റെ മാർഗത്തിൽ. അതിന് ജ്ഞാനബോധം വരുവാനായിട്ടാണ് അദ്ദേഹം 112 മാർഗങ്ങളും പറഞ്ഞു നൽകിയിരിക്കുന്നത്. അടിസ്ഥാനപരത്തിൽ നമുക്ക് നോക്കിയാൽ 21 ചക്രങ്ങൾ, താഴോട്ടുള്ള 21 ചക്രങ്ങളും ശക്തമാക്കിയാൽ നമുക്ക് ഭൗതിക ജീവിതം വളരെ മനോഹരമായി മാറും. അത് ഏതൊരു സാധന പ്രക്രിയയിൽ ഇറങ്ങിയാലും ഈ 21 ചക്രങ്ങളും ശക്തീകരിക്കപ്പെട്ടാൽ അന്നമയ കോശവും മനോമയ കോശവും പ്രത്യേകിച്ച് നമ്മളെ ഒന്നിനെ അലട്ടത്തില്ല. നമ്മളിപ്പം ടെൻഷൻ അടിക്കുന്ന നമ്മുടെ മരണഭയം, നമ്മുടെ ബന്ധങ്ങളിലുണ്ടാകുന്ന ഭയം, നമ്മുടെ കരിയറിൽ നമുക്ക് ഉന്നതം എത്തണം എന്നുള്ള ഭയം, പല ഈഗോകളും കുശുമ്പും അസൂയയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടുമാറി നിങ്ങൾ സ്വസ്ഥമാവും, ഫ്രീ ആവും, റിലാക്സ്ഡ് ആവും. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെ ഇരുന്നാലും നിങ്ങൾക്കൊരു മൊബൈൽ പോലും ഇല്ലാതെ, നിങ്ങളൊന്നും അലട്ടാതെ നിങ്ങൾ അത്രയേറെ ഫ്രീ ആയി മാറും. അപ്പം 21 ചക്രങ്ങൾ ഉണർത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതം വളരെ സുഖകരമായി മാറും. സുഖപ്രദമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഭൗതികപരമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും നേടാൻ സാധിക്കും. പ്രത്യേകിച്ചൊന്നും അലട്ടുന്നില്ലല്ലോ ലൈഫിൻ്റെ. വേണ്ട കാര്യങ്ങൾ നല്ല വിവേകത്തോടു കൂടി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ 21 ചക്രങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജന്മചക്രത്തിൽ നിന്നുള്ള മോചനം അത് സാധിക്കണമെങ്കിൽ നമുക്ക് 84 ചക്രത്തിലേക്ക് പ്രവേശനം കിട്ടണം. 84 പ്രവേശത്തിലാണ് നമ്മുടെ ജ്ഞാനം തുറക്കപ്പെടുന്നത്. ജ്ഞാനമയ കോശത്തിലാണ് പൂർണ്ണമായിട്ടുള്ള ഈ ആനന്ദ ശരീരത്തിലേക്കുള്ള 112 ചക്രത്തിൽ ജ്ഞാന ശരീരത്തിനുള്ള മാർഗവും വന്നു ചേരുന്നത്. ഇതിനോരോ ഘട്ടമായിട്ടാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം 21 ചക്രങ്ങളെ സജീവമാക്കിയതിന് ശേഷം ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പം ശിവന്റെ മാർഗത്തിൽ എപ്പോഴും എല്ലാ യോഗികളും സന്യാസിമാരും റിയലൈസേഷൻ ചെയ്തിരിക്കുന്ന കാര്യമുണ്ട്. ഇതൊരു ചക്രമാണ്. നമുക്കറിയാം, ഒരു ചക്രത്തിൽ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇയാൾ എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവനും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ്. ഇതിനൊരർത്ഥമില്ല. അപ്പം ഇതിൻ്റെ മാനമല്ലാതെ ഇതിനെ മുകളിലോട്ട് ഉയർത്താൻ സാധിക്കുമെന്നും ഇത് പൂർണ്ണമായിട്ടും ഇതിനൊരു വേറൊരു തലമുണ്ടെന്നുള്ളതും തിരിച്ചറിഞ്ഞതാണ് ഈ 112 ചക്രങ്ങളിലെ സാധനയും. അപ്പം മോചനം ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ 112 ചക്രങ്ങളും തുറക്കപ്പെട്ടിരിക്കണം. അപ്പം ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും തന്നെ 63 ചക്രങ്ങൾ, ഇപ്പം 63 നായർമാരും 63 നായർ സിദ്ധന്മാരെയും തമിഴ്നാട്ടിലുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ പോയാലും ഈ 63 നായർ സിദ്ധന്മാരുടെയും രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ 63 നായന്മാരെയും ക്ഷേത്ര സന്യാസികളായെന്ന് പറയാനുള്ള കാരണം അവർ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ചെയ്ത സ്പേസിലായിരിക്കണം നമ്മുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ആ ഉയർന്ന മാർഗത്തിലേക്ക് പോകുമ്പം ആ ഉയർന്ന സ്ഥലത്തിലിരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ജന്മചക്രത്തിൽ കറങ്ങുന്ന ആൾക്കാരെ ഒരു യോഗി കാണുമ്പം അവളുടെ കർമ്മമെന്നേ പറയുള്ളൂ. എന്നുവെച്ചാൽ ഈ സൃഷ്ടിക്കൊരു കർമ്മമുണ്ട്. ഈ ശരീരം 84 ജന്മങ്ങളിലും 84 സൗരയുഗങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതിനും ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകൾ കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ചക്രത്തിൽ തുടരാനായിട്ടുള്ള കാരണം. പൂർണ്ണമായിട്ടും ഈ ഓർമ്മകൾ നശിച്ചാൽ മാത്രമേ നമ്മൾ മോചനപ്പെടുള്ളൂ.
ഇപ്പം നമ്മുടെ അനന്തനാഗസ്വാമി സാധനയൊക്കെ ഏകദേശം 112 ചക്രങ്ങളുടെയും അനുഭൂതി തലങ്ങളെ എല്ലാവരും അനുഭവിച്ചു പഠിപ്പിക്കാറുണ്ട് ഞാൻ. ചില സാധനങ്ങളിൽ ഞാൻ അവരെ സ്പന്ദിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ചക്രങ്ങളുടെ ഉയർന്ന അവസ്ഥയെന്നും ആനന്ദ ലഹരി എന്താന്നുള്ളതും. വീണ്ടും അവരെന്ത് ചെയ്യുന്നു? വീണ്ടും ആ സാധനയെ ഓർത്തോർത്തോർത്ത് ആ അനുഭൂതി ഓർത്തോർത്ത് അതിനെ ഇല്ലാതാക്കി കളയുന്നു. വീണ്ടും ഈ ജന്മചക്രത്തിൻ്റെ ഭാഗമായി തീരുന്നു. അപ്പം നമ്മൾ പറയും അവരുടെ കർമ്മമെന്ന്. അതുകൊണ്ടാണ് ആത്മീയ സാധനയിൽ ഗുരുക്കന്മാർ എപ്പോഴും ഉപദേശം കൊടുക്കാറുള്ളത്. നിങ്ങൾക്കുണ്ടാവുന്ന ഏത് ആത്മീയ സ്പന്ദനമാണെങ്കിലും അതിനെ നിങ്ങൾ ഓർക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഓർമ്മകൾ നിങ്ങളെ വീണ്ടും ഈ കർമ്മത്തിലേക്ക് നയിക്കത്തേ ഉള്ളൂ. ഈ സൃഷ്ടിക്കൊരു കർമ്മമുണ്ട്. ഈ ഘടന പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങളാവുന്ന ഓർമ്മകളിലൂടെയാണ്. വീണ്ടും ഓർത്ത് നിങ്ങൾ ഒന്നിനെയും സൃഷ്ടിക്കേണ്ട. നിങ്ങൾ ശൂന്യമാവാൻ ശ്രമിക്കുക എന്നുള്ളത്. ശൂന്യതയിലേക്ക് പല മാർഗങ്ങളുമുണ്ട്. ശൂന്യമായിക്കൊണ്ട് ഓർമ്മകളില്ലാതെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ശിവൻ്റെ മാർഗം ഒരു മലമുകളിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടുന്നത് പോലാണ്. അവിടെ മോചനമേ സംഭവിക്കുള്ളൂ. വീണ്ടും ഈ സൃഷ്ടി നമ്മളെ കറക്കുന്ന ഈ കർമ്മം നമ്മളെന്തിനാ ആലോചിച്ച് കൂട്ടി വീണ്ടും കർമ്മത്തിൻ്റെ ഭാഗമാവാൻ പോകുന്നത് അല്ലേ? ഒരു ഉയർന്ന നമ്മൾ അനുഭവിച്ചതറിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമ്മൾ സാധന ചെയ്ത് ആ ഉയർന്ന തട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ഉയർന്ന തട്ടിലേക്ക് എത്തിച്ചേരുക. അപ്പം ഈ ഒരു പ്രക്രിയയിൽ ക്ഷേത്ര സന്യാസം വളരെ പ്രാധാന്യമാക്കിക്കൊണ്ട് ഈ 63 നായർ സിദ്ധന്മാരും 112 ചക്രങ്ങളിലൂടെ മോചനപ്പെട്ടവരായിട്ടാണ് തമിഴ് മണ്ണ് അവരെ ആദരിക്കുന്നത്. 84-ാം ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുമ്പം ഒരു ശരീരവും ഒരു മനസ്സുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർ ഈ 84 ചക്രങ്ങളുടെ ഓർമ്മകളും ഈ സൃഷ്ടിയുടെ ഋതവും 21 ഇതേപോലുള്ള ലോകങ്ങളുടെയും അനുഭവവും ജ്ഞാനസമ്പത്തും പല രീതിയിലുള്ള ബുദ്ധിവിദ്യയും ഈ മനുഷ്യൻ്റെ ഈ യന്ത്രത്തെ എങ്ങനെ ജ്ഞാനത്തിലേക്ക് പോഷ്ടിപ്പെടുത്തുക എന്നുള്ള മാർഗവും എല്ലാം തന്നെ തുറക്കപ്പെടുകയാണ്. എന്നാൽ 112-ാമത്തെ ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആനന്ദ ശരീരം തുറക്കപ്പെടുകയാണ്. അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആനന്ദം എന്ന് പറയുന്ന ഒരു ലഹരി, ജ്ഞാനം നിറഞ്ഞൊരു ബോധം. 114-ാമത്തെ ചക്രം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശിവനായി തീർന്നു. അവിടെ പിന്നെ എൻ്റെ വാക്കുകൾക്ക് ഒരു യോഗ പരിശീലനത്തിൻ്റെ ഒരു ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. പൂർണ്ണമായിട്ടും മോചനപ്പെട്ടു, ശിവനായി തീർന്നു. എന്നാൽ എപ്പോഴും 63 84-ാം ചക്രം വരെ ഓരോ വ്യക്തികൾക്കും ഉയർന്ന ഒരു സ്ഥലത്ത് ഇത് നമ്മുടെ ഈ ഒരു ഭൗതിക ബോധം വെച്ചുകൊണ്ട് ഈ ഒരു ബോധത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതിനെ അടിയറവ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവബോധത്തിലേക്കുള്ള വഴിയാണ് ഈ 112 ചക്രങ്ങളുടെ മാർഗവും സാധന ക്രമീകരണങ്ങളും. ശിവൻ അതാണ് പഠിപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഓരോ ചക്രങ്ങളെ സ്പന്ദിക്കുമ്പോഴും ഓരോ അനുഭൂതി ഉണ്ടാവുകയും ആ ഓരോ ചക്രങ്ങളും ജ്ഞാനത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നത് കൊണ്ടാണ് ഈ 112 മാർഗങ്ങളും അദ്ദേഹം തുറക്കപ്പെടുത്തിയത്. അതുകൊണ്ട് 63 തൊട്ട് 84 വരെയുള്ള ചക്രം എപ്പോഴും തന്നെ ഒന്നുമായി ലയനം ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അത് ഉയർന്ന ഇതുപോലുള്ള ക്ഷേത്ര സന്യാസം പോലുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ലയനം ചെയ്ത് 112-ലേക്ക് കടക്കുക എന്നുള്ളതാണ് എപ്പോഴും മാർഗത്തിൽ വരുന്നത്. അപ്പം ഈ ഒരു അടിസ്ഥാന രീതി ഈശ്വരീയ സാക്ഷാത്കാരം എന്ന് പറയുന്നതാണ് ഓരോ മനുഷ്യൻ്റെ ജന്മോദ്ദേശം. ഈശ്വരൻ എന്ന് വെച്ചാൽ ഒരു ബോധമാണ്. ഈശ്വരൻ എന്ന് വെച്ചാൽ അറിവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയും ഈ സൃഷ്ടിയിൽ ചുറ്റിനും എത്ര ബോധത്തോടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ബോധമാണ് ഈശ്വരൻ. അത് നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നൊരു വിവേകമാണ്. ഇതിനൊരു അനുഭൂതി തലമുണ്ട്. ഈ നട്ടലാവുന്ന അച്ചുതണ്ടിനെ മുകളിലോട്ട് ഉയർത്തിയാൽ, കുണ്ടലിനി ചൈതന്യത്തെ മുകളിലോട്ട് ഉയർത്തിയാൽ ഈ ബോധത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ബോധമില്ലാത്ത അത്രയും കാലം ഒരു കാളെ എങ്ങനെയാണോ കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനിട്ട് നിലം ഒഴിയുന്നത്, അതേപോലെ തന്നെയാണ് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് തന്നെ പോകും. വെളിച്ചമാവണമെങ്കിൽ ഈ അച്ചുതണ്ടിനെ മുകളിലോട്ട് ഉയർത്തിയാൽ ആ പ്രകാശം തെളിയുകയും മോചനപ്പെടുകയും ചെയ്യും. അപ്പോൾ മോചനത്തിന് വേണ്ടി ആണ് ഓരോ ജീവൻ്റെ അടിസ്ഥാനവും. ഇതാണിതിൻ്റെ രീതി. അതിനെ ബന്ധനപ്പെടുത്തുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ്. ഓർമ്മകളാണ് എന്തുകൊണ്ടും പുതിയൊരു തലത്തിലേക്ക് കടക്കാതെ
അവിടെ തടഞ്ഞു നിർത്തുന്നത്. ആ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് 112 മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആത്മമോചനത്തിനുള്ള വഴിയാണ് ശിവൻ ഉപദേശിച്ച് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനമാണ് 63 നായർ സിദ്ധന്മാരും. എല്ലാവർക്കും നമസ്കാരം.